മൈക്കൽ, ഇറ്റ്സ് നോട്ട് എ ബയോപിക്, ഇറ്റ് ഈസ് എ പീക്ക് എക്സ്പീരിയൻസ്, ട്രസ്റ്റ് മീ. പടം കാണാൻ ഞാൻ പോയി ഇന്റർവെൽ ആയതുവരെ ഒരു 5 മിനിറ്റ് ആയ ഫീൽ ആയിരുന്നു. അല്ലെങ്കിൽ ഒരു ഇന്റർവെൽ ആകുമ്പോൾ നശിപ്പിച്ച് കറക്റ്റ് സമയത്ത് ഇന്റർവെല്ലും കൊണ്ട് വെച്ചു എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു പടത്തിന് സാധിച്ചെങ്കിൽ അവിടെയാണ് ആ സിനിമയുടെ വിജയം. ആൻഡ് ഈ പടത്തെക്കുറിച്ച് എനിക്ക് അത്ര തന്നെ പറയാനുള്ളൂ. അല്ലാണ്ട് അത് ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അത്രത്തോളം നല്ല നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ഈ പടത്തിന് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജാഫർ ജാക്സന്റെ ഒരു പെർഫോമൻസ്. മൈക്കൽ ജാക്സന്റെ നെഫ്യൂ ആയിട്ടുള്ള ജാഫർ ജാക്സൺ ആണ് ഇതിൽ ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മാനറിസംസ് ആയാലും സൗണ്ട് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു വോക്കൽസ് ഒക്കെ അത്രത്തോളം കറക്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാനായിട്ട് ജാഫറിന് സാധിച്ചു. ആൻഡ് നിങ്ങളിത് കാണുമ്പോൾ പലരും ഇപ്പോൾ മൈക്കൽ ജാക്സന്റെ ഒരു ഹ്യൂജ് ഫാനാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ പലതും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഈ പടം കാണാൻ നിങ്ങളൊരു മൈക്കൽ ജാക്സൺ ഫാൻ ആവണമെന്നോ അല്ലെങ്കിൽ ഒരു പോപ്പ് സോങ്സിനെ കുറിച്ച് വലിയ നോളജ് ഉണ്ടാവണമെന്നോ ഇന്ന് യാതൊരു നിർബന്ധവുമില്ല. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ദിസ് മൂവി. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ തൊട്ടടുത്ത് ഒരു ഐമാക്സ് സ്ക്രീനോ എപ്പിക് സ്ക്രീനോ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം ആ ഒരു സ്ക്രീനിലൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം ആണിത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ക്രീനുകളിൽ പോയി കാണേണ്ട വർത്ത് ദ വാച്ച് മൂവി തന്നെയാണ് മൈക്കിൾ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതിലുള്ള എല്ലാ കാസ്റ്റിന്റെയും പെർഫോമൻസ്, ഇതിലത്തെ ആ ഒരു സോങ്സ് ആൻഡ് ഒരു ആ ഒരു ഫീല്, ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ അത്രത്തോളം ഒരു ലൗഡ് റെസ്പോൺസ് ഒരു സിനിമയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ റെയർ ആയിട്ടാണ് സംഭവിക്കുന്നത്. സോ അതെന്താണെന്ന് അറിയാനും എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങളുടെ തൊട്ടടുത്തുള്ള നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്ത് കാണാൻ പോവുക. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തുണ്ടെങ്കിൽ വേഗം തന്നെ പോകുക.